മഴതോരു മുമ്പയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയുടെ ഭാവം ഇപ്പോ എന്താണെന്നുള്ള കാര്യം പോലീസ് ഓഫീസർ ആ വനിതാ പോലീസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആളിച്ചിരി മുട്ടാണ്, അവള് നമ്മളെ ഭീഷണിപ്പെടുത്താണ്, മീഡിയക്കാരെടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അതിന് അവള് ജീവനോട് പുറത്തു പോകണ്ടെന്ന് ചോദിക്കാണ് കേട്ടോ. തുടർന്ന് അലീനയുടെ അടുത്ത് അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. പക്ഷെ അലീന ആണെന്നുണ്ടെങ്കിൽ നിന്നടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നിനക്കെന്താടി പറഞ്ഞാൽ കേട്ടൂടെ, അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് അലീനയെ ഒരു തള്ളങ്ങ് തള്ളുവാണ് കേട്ടോ വനിതാ പോലീസ്. എന്നിട്ട് സാറ് നിന്നെ നന്നായിട്ടൊന്ന് കാണട്ടടി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അലീനയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, നിന്നെ ഉപദ്രവിച്ച പ്രാന്തന്മാർക്കെതിരെ പരാതി നൽകാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അലീനയ്ക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരില്ല, നിന്റെ പേരോ വിലാസോ ഒന്നും ആരും അറിയത്തുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അലീന പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കാര്യവുമില്ല. ഒരു പരാതി എഴുതി ഒപ്പിട്ട് തരിക, അതോടുകൂടിയിട്ട് അതങ്ങ് മറന്നേക്ക്. എന്താ തയ്യാറല്ലേന്ന് അലീനയുടെ അടുത്ത് ചോദിക്കുകയാണേ. ഇത് കേട്ട അലീനയാണെങ്കിൽ എനിക്ക് പരാതി ഇല്ലാത്തടത്തോളം ഞാൻ ഒന്നിലും എഴുതി ഒപ്പിട്ട് തരില്ല, അതൊക്കെ പണ്ടേ കഴിഞ്ഞ സംഭവമാണ്, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പഴയ കേസ് കൊത്തിപ്പോക്കാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോഴത്തെ കേസിന് സപ്പോർട്ട് കൊടുക്കാനാണെന്ന് പോലീസ് ഓഫീസർ പറയുന്നത് കേട്ട ഉടനെ തന്നെ അലീന, ഇപ്പോഴത്തെ കേസ് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നിന്റെ സപ്പോർട്ട് ആവശ്യമില്ല, അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കും, തെറ്റ് ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കുകയും ചെയ്യും. അപ്പോഴേക്കും അതിനല്ലേടി നിന്റെ അടുത്ത് പരാതി എഴുതി തരാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അലീനയെ തെറി വിളിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല അവിടെയുള്ള കാസേരെടുത്ത് അങ്ങ് ദേഷ്യത്തിൽ അയാൾ അങ്ങ് എറിയുന്നൊക്കെ ഉണ്ട്. നിനക്കെന്താടി നല്ല രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാല് പരാതി എഴുതി തരാൻ വേണ്ടി പറ്റില്ലേ, നീയും കൂടി ചേർന്നിട്ടല്ലേടി ആ പാവപ്പെട്ട പെൺകുട്ടിയെ പേടിപ്പിച്ചതും അതിന് ഒത്താശ ചെയ്തതും. ഞാൻ ആർക്കും ഒത്താശ ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, ഞാൻ അത്തരക്കാരിയല്ല. പിന്നെ നീ എന്തിനടി രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്, ഞാൻ എന്തിനാ സാറേ രക്ഷിക്കുന്നത്, രോഹിത്തും നീയുമായിട്ട് രഹസ്യബന്ധമില്ലേ, അതുകൊണ്ടല്ലേ നീ അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നതെന്നാണ് കേട്ടോ അടുത്ത ചോദ്യം. അതുകൊണ്ടല്ല സാറേ, അവനെ എന്റെ സ്വന്തം അനിയനെ പോലെയാണ്, അതുകൊണ്ടാണ്. ആ കഥയൊക്കെ പോലീസ് അങ്ങ് മാറ്റി എഴുതിക്കോളും, ഇപ്പൊ ഞങ്ങൾക്ക് നിന്റെ പരാതി മാത്രമാണ് വേണ്ടത്. നിന്റെ ഉദ്ദേശം എന്താണ്? പോലീസ് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കള്ളസാക്ഷികളെയും തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് എനിക്കറിയാലോ, സാറിനും അറിയാം. അപ്പൊ നീ ഒപ്പിട്ട് തരില്ല എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല സാർ എന്ന് തന്നെയാണ് നമ്മുടെ അലീനയുടെ മറുപടി. ഞങ്ങൾ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിന്റെ രീതി അങ്ങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീ താനെ പരാതിയിൽ ഒപ്പിടും, വന്ന പോലെ തന്നെ നിനക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പറയുന്നത് പോലെ അനുസരിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും ലാത്തി അലീനയുടെ ഷോൾഡറിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷെ അലീനയുടെ മറുപടി ഇല്ല സാർ എന്ന് തന്നെയാണ്. അങ്ങനെ അലീന ഒരു രീതിയിലും അടുക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന പോലീസ് ഓഫീസർ ഉണ്ടല്ലോ വനിത, അവരുടെ പേര് സ്നേഹ എന്നാണ്. സ്നേഹ എന്ന് വിളിച്ചും കൊണ്ട് നീ നിന്റെ പണി തുടങ്ങിക്കോ എന്ന് പറയാണ്. അങ്ങനെ പോലീസുകാരന്റെ കയ്യിലുള്ള ആ ലാത്തി മേടിച്ച് സ്നേഹ അലീനയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണേ. സമയത്ത് തന്നെ ഉണ്ടല്ലോ പുറത്ത് ഡിവൈഎസ്പി വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഉടനെ തന്നെ ഉള്ളിലേക്ക് കയറി വരുമ്പോ അവിടെ നമ്പ്യാരാണ് ഇട്ടുള്ളത്. നമ്പ്യാരെടുത്ത് ചോദിക്കുന്നുണ്ട് പീഡന കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തോ എന്നുള്ള കാര്യം. 4 പേരെ കിട്ടിയിട്ടുണ്ട്, ഇനി ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല സാർ എന്ന് പറയാണേ. അതില് ഒരു പ്രതിയുടെ വീട്ടിലെ ഹൗസ് മെയ്ഡിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല സാർ, ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയാണ്. എപ്പോഴാ കൂട്ടിക്കൊണ്ടുവന്നതെന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്കാണ്. എന്നിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മുകളിലാണെന്ന് പറയണേ. മുകളില് പ്രതികളെയാണല്ലോ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുന്നത്. ആ പെണ്ണ് ക്രിമിനൽ ആണോടോ എന്നുള്ള കാര്യം ഒന്നും കൂടി ഡിവൈഎസ്പി ചോദിക്കുമ്പോൾ അല്ല സാർ എന്ന് പറയണേ. പിന്നെ എന്തിനാണോ മുകളിലേക്ക് കൊണ്ടുപോയത്, CI സാർ പറഞ്ഞിട്ടാണ്. അയാള് മുകളിലുണ്ടെന്ന് പറയാണേ. സാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പ്യാരെടുത്ത് പറയാണേ. നമ്പ്യാരാണെങ്കിൽ അവിടെയുള്ള പോലീസുകാരെടുത്ത് വേഗം ചെല്ല്, സാർ വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നും കൂടി പറയുന്നുണ്ട്. അദ്ദേഹം വിളിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. തുടർന്ന് നമ്പ്യാരെടുത്ത് ഡിവൈഎസ്പി ചോദിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി എടുത്തോ എന്നാണ്. അതിന് മറുപടിയായിട്ട് നമ്പ്യാർ ഉടനെ പോകാൻ സാർ എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്, കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് CI വരുന്നുണ്ട്. താന് എവിടെയായിരുന്നടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മുകളിലുണ്ടായിരുന്നു. താൻ അവിടെ എന്ത് ചെയ്യായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. ബാലചന്ദ്രന്റെ മകൻ പീഡന കേസിലെ പ്രതിയാണല്ലോ, അവരുടെ വീട്ടിലെ ഹൗസ് മെയ്ഡ് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് പോലെ തോന്നി. അപ്പോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്താണ് മറപ്പിച്ച് പിടിച്ചതെന്നുള്ള കാര്യം ഡിവൈഎസ്പി ചോദിക്കുന്നുണ്ട്. പീഡന കേസിലെ 1-2 പ്രതികള് മയക്കുമരുന്ന് നൽകിയിട്ട് റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് CI ഇങ്ങനെ കിടന്ന് ഉരുളുവാണ്. അവളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് എത്ര ടൈമായി, 8-10 മണിക്കൂറായി എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. ഇതുവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ, അവള് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ തോന്നി സാർ. നീ ഒറ്റയ്ക്കാണോ ചോദ്യം ചെയ്തത്, അല്ല CPO സ്നേഹ ശശികുമാറും ഉണ്ട്, ഞാനത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടി
കല്യാണം കഴിച്ചതാണോ? ഇല്ല സർ. കുട്ടിയുടെ പേരെന്താ? അലീന. പിന്നെ തനിക്ക് എന്ത് റൈറ്റ്സ് ആണോ ടോർച്ചർ റൂമിൽ കൊണ്ടുപോയിട്ട് അവളെ ചോദ്യം ചെയ്യാനുള്ളത്? സർ, അവൾക്കൊരു ക്രിമിനൽ മൈൻഡ് ഉള്ളതുപോലെ തോന്നി. അത് കേട്ട ഉടനെ ഡിവൈഎസ്പി ചോദിക്കുന്നുണ്ട് കേട്ടോ, അവൾക്കാണോ അതോ തനിക്കാണോ എന്ന്. ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോ സേയും കൂടി പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. താൻ വരണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കാണ് അലീനയ്ക്ക് അരികിലേക്ക് ഡിവൈഎസ്പി ചെല്ലുന്നത്. ഡിവൈഎസ്പി പോയി കഴിഞ്ഞതിന് ശേഷം തമ്പ്യാർ പറയുന്നുണ്ട്, സാർ അല്പം ഇടഞ്ഞിട്ടാണ് എന്ന്. എവിടുന്നോ സ്ട്രോങ് ഇടപെടൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സാർ ഒരിക്കലും നേരിട്ട് വരില്ല. എവിടുന്നാണെന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്പ്യാരെടുത്ത്. എസ് ആണെങ്കിൽ അലീനയ്ക്കും അതുപോലെ സ്നേഹയ്ക്കും അരികിൽ എത്തുന്നുണ്ട്. ഇവിടെ എന്താ പരിപാടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു, ഈ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതേ എന്ന് സ്നേഹ മറുപടി പറയാണ്. ചോദ്യം ചെയ്തതിൽ കഴിഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത്? ഇവിടേക്ക് എപ്പോഴാണ് കൂട്ടി കൊണ്ടുവന്നത്? 7 മണി കഴിഞ്ഞു എന്ന് സ്നേഹയുടെ മറുപടി കേൾക്കുമ്പോൾ 2 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സാർ എന്ന് സ്നേഹ മറുപടി പറയുന്നത് കേട്ട ഉടനെ തന്നെ താഴേക്ക് കൊണ്ടുവരുമെന്ന് പറയാണ്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് അലീനയും കൂട്ടിയിട്ട് താഴേക്ക് പോവാണ്. അതിന്റെ പുറകെ ഡിവൈഎസ്പിയും ചെല്ലുന്നുണ്ട്. താഴെത്തി ഉടനെ തന്നെ നമ്പ്യാറിന്റെ അടുത്തും അതുപോലെ തന്നെ സിയയുടെ അടുത്തുമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ പെൺകുട്ടി ചെയ്ത കുറ്റം എന്താണെന്ന്. നമ്പ്യാരെടുത്ത് താൻ പറയടോ എന്ന് പറയുമ്പോൾ, സർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇവളെ ടോർച്ചർ റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തത്? സർ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയാണ്. അത് കേട്ട ഉടനെ തന്നെ സിയയുടെ മുഖത്ത് നോക്കിയിട്ട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സർ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവള് കൂട്ടുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. വളരെയധികം കോളിലൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു കേസാണ്. അത് മാത്രമല്ല പ്രതികളുടെ ഒരു വീട്ടിലാണ് ഇവൾ ഹൗസ് മെയ്ഡ് ആയിട്ട് നിൽക്കുന്നത്. പ്രതികളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്തത്. താൻ ഇവളെ ഉച്ചയ്ക്ക് മുമ്പ് കസ്റ്റഡിയിൽ എടുത്തതല്ലേ, എന്നിട്ട് രാത്രിയായിട്ടും തന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞില്ലേ? അതിന് മറുപടിയായിട്ട് സിയെ പറയുന്നത് പോലീസിനോട് ഇവള് തീരെ സഹകരിക്കുന്നില്ല എന്നാണ്. എവിടെയാണ് സഹകരിക്കാത്തതെന്ന് ഡിവൈഎസ്പി ചോദിക്കുന്നുണ്ട്. എന്താ സഹകരിക്കാത്തതെന്ന് അലീനയുടെ അടുത്ത് ഡിവൈഎസ്പി ചോദിക്കുമ്പോൾ, സർ ഞാൻ സഹകരിച്ചു, എല്ലാ ചോദ്യത്തിനും ഉത്തരവും പറഞ്ഞു. ഇവളുടെ പേരിൽ എന്തെങ്കിലും പരാതി തന്നിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല സർ എന്ന് സിയെ പറയുമ്പോ, പിന്നെ എന്തിനാണ് ഈ രാത്രി നേരത്തെ ഇവളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്? സർ, ഈ കസ്റ്റഡിയിൽ നിൽക്കുന്ന രോഹിത് ബാലചന്ദ്രൻ ഇവിടെ മയക്കുമരുന്ന് കുടിപ്പിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അതെ സർ, ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ്. രോഹിത് മാത്രമല്ല, അവന്റെ കസിൻ ഹരിയും കൂടി ചേർന്നിട്ട് ഇവളുടെ നേരെ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് തരാൻ വേണ്ടിയിട്ട് അവള് തയ്യാറല്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതെന്താ തയ്യാറല്ലാത്ത എന്നുള്ള കാര്യം അലീനയുടെ അടുത്ത് ഡിവൈഎസ്പി ചോദിക്കുന്നുണ്ട്. 2 കോളേജ് വിദ്യാർത്ഥികളുടെ ജീവൻ തൊലയ്ക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പരാതി കൊടുക്കാതിരുന്നത്. 2 പേരുടെ വീട്ടുകാരെ വിവരം അറിയിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഇവള് സ്വയം ആത്മഹത്യ ചെയ്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. സ്വയം കത്രിക എടുത്ത് കുത്തി പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് കള്ളമാണ് പറഞ്ഞത്. വീണ സമയത്ത് അബദ്ധത്തില് കത്രിക കുത്തി കയറിയതാണെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡിവൈഎസ്പി അലീനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് മുറിവുണ്ടായെന്നുള്ള കാര്യം പോലീസ് ചോദിച്ചപ്പോൾ എന്റെ കൈകൊണ്ട് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഉപദ്രവിച്ച് 2 പേരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അന്ന് കള്ളം പറഞ്ഞെന്ന് ഡിവൈഎസ്പി ചോദിക്കുമ്പോൾ, അന്ന് ഞാൻ അവരോട് ക്ഷമിക്കുകയും അവർക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഒരു അവസരവും കൊടുത്തു. അത് തെറ്റായി പോയി എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടെന്ന് അലീന സെല്ലിൽ നിൽക്കുന്ന രോഹിത്തിനെയും അതുപോലെ തന്നെ ഹരിയെ നോക്കിയിട്ടാണ് പറയുന്നത്. അത് തെറ്റ് തന്നെയാണെന്നും അന്ന് സത്യം അറിയിച്ച് അവർക്ക് വേണ്ട ശിക്ഷ പോലീസ് നൽകിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ പെൺകുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. അത് സത്യമാണ് സർ, ഞാനും സമ്മതിക്കുന്നു എന്ന് അലീന പറയുന്നുണ്ട്. അന്നത്തെ ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതി തരാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ, എന്നാൽ അതിന് അവൾ തയ്യാറല്ല. അതെന്താ കൊടുക്കാത്തതെന്നുള്ള കാര്യം ഡിവൈഎസ്പി ചോദിക്കുമ്പോൾ, സർ അതിന്റെ പേരിൽ ഒരുപാട് ഉപദേശിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. വീണ്ടും അത് കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല. ഒരു പരാതി തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേസിന് ഒന്നുകൂടി സ്ട്രോങ് ആകും. പീഡന കേസിലെ പ്രതികൾക്ക് മുമ്പും ഇതുപോലെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടും. സാർ, എനിക്ക് പരാതി ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് 2 വീടുകളിലും ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും നിനക്ക് ഒരു പരാതി കൊടുക്കാവുന്നതാണ് എന്ന് ഡിവൈഎസ്പി പറയുന്നുണ്ട്. ഞാൻ എന്നെ ക്ഷമിച്ചു കഴിഞ്ഞ ഒരു സംഭവത്തെ കുറിച്ചിട്ട് എനിക്കിനി പരാതി ഇല്ല സർ. എന്നെ ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചിട്ടും എന്നെ ഉപദ്രവിച്ചൊക്കെ പരാതി മേടിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 8 മണിക്കൂറായിട്ട് പോലീസുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എനിക്ക് പരാതിയുണ്ട് സർ. അത് കേട്ട ഉടനെ തന്നെ പണിക്കർക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. പണിക്കരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡിവൈഎസ്പി, പണിക്കർ ഇവിടെ നിർബന്ധിച്ചും കൊണ്ട് നീ പരാതി എഴുതിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചോ എന്ന്. ഇല്ല സർ, പരാതി എഴുതി തന്നാൽ നന്നായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. സർ, എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ട് 10 മണിക്കൂറോളമായി. താഴെ ലോക്കപ്പിന്റെ മുമ്പിൽ വെച്ചിട്ടും കസ്റ്റഡിയിൽ വെച്ചിട്ടും മുകളിൽ വെച്ചിട്ടൊക്കെ എന്നെ നിർബന്ധിക്കുകയായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഭീഷണിപ്പെടുത്തി രാത്രിയിലെ എന്നെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഇത്ര നേരമായിട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയിട്ടില്ല. ഇത് കേട്ട ഡിവൈഎസ്പി ആണെന്നുണ്ടെങ്കിൽ താൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പരാതി ഇല്ലാത്തവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പരാതി വാങ്ങാനുള്ള നിയമമുണ്ടോ? ഇവളെ രാത്രി സ്റ്റേഷനിൽ വെച്ചിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഇവളൊരു പരാതി എഴുതി തന്നു കഴിഞ്ഞാൽ താൻ കൊടുങ്ങും അല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും
പണിക്കരാണെന്നുണ്ടെങ്കിൽ സർ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ എന്ന് പറയാണേ. എന്നാൽ അലീനയാണെങ്കിൽ നടന്നു സർ. ഇദ്ദേഹത്തിന്റെ തുറിച്ചു നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും എന്നെ പലതവണ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു സർ. മറ്റു 2 പ്രതികള് എന്റെ നേർക്ക് റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ച് പരാജയപ്പെടുത്തിയതിലാണ് ഇദ്ദേഹത്തിന് വിഷമം. അത് നടന്നിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് രസിക്കാം എന്ന മട്ടിലാണ് ഇദ്ദേഹത്തിന്റെ ഓരോ ചോദ്യവും. സർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു സർ പീഡനം. ആദ്യത്തേത് പീഡന ശ്രമം മാത്രമായിരുന്നു. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇദ്ദേഹം ചോദിച്ചതെന്നുള്ള കാര്യം ഡിവൈഎസ്പി ചോദിക്കുമ്പോൾ പറയാൻ കൊള്ളത്തില്ലായിരുന്നു സാർ എന്ന് അലീന പറയണേ. താനിങ്ങോട്ടൊന്നും വന്നേന്നുള്ള കാര്യം പറഞ്ഞിട്ട് പണിക്കരെ അങ്ങ് വിളിച്ചോണ്ട് പോവാണ് കേട്ടോ ഡിവൈഎസ്പി. എന്നിട്ട് ഡിവൈഎസ്പി ചോദിക്കുന്നുണ്ട്, താൻ എന്തൊക്കെയാണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നാളെ ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ അതോടുകൂടി തീർന്നില്ലേ? താനെ നാളെ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. സാർ അതിന് ഞാനൊന്നൊക്കെ പറയുമ്പോൾ താൻ കിടന്ന് ഉരുളൊന്നും വേണ്ട. അവളെ ഉടനെ തന്നെ വീട്ടിലെത്തിക്കണം. താൻ വിചാരിക്കുന്നത് പോലെ അവൾ വെറൊരു സെർവന്റ് ഒന്നുമല്ല. അവൾക്ക് നല്ല ബാക്ക് സപ്പോർട്ട് ഉണ്ട്. തന്റെ തൊപ്പി സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ഡിവൈഎസ്പി അങ്ങ് പോവാണേ. നേരെ അലീനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിർബന്ധിച്ച് പരാതി വാങ്ങാൻ വേണ്ടിയിട്ട് പോലീസിന് അധികാരമില്ല. കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അലീന എന്ന് പറയുന്നുണ്ട്. അലീനയെ ഉടനെ തന്നെ പോലീസ് വീട്ടിലെത്തിക്കും. കഴിക്കാൻ ആഹാരവും അതുപോലെ ഭക്ഷണം ഇവൾക്ക് മേടിച്ചു കൊടുക്കണം. ഉടനെ തന്നെ അവളെ വീട്ടിലെത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട അലീനയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണമൊന്നും മേടിച്ചു തരണ്ട, ഉടനെ തന്നെ വീട്ടിലെത്തിച്ചാൽ മതി. അവിടെ 2 പെൺകുട്ടികളുണ്ട്. അവർ തനിച്ചാണ്, പേടിച്ചിരിക്കുകയായിരിക്കും. ഉടനെ തന്നെ അലീനയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. നമ്പ്യാരടുത്തും പോകാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ നടപടികളെല്ലാം കഴിഞ്ഞു, കുട്ടി പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ശരി താങ്ക് യു സാർ എന്ന് കൈകൂപ്പിക്കാണ്ട് പറഞ്ഞിട്ട് അലീന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. ഒന്നിനു മുമ്പായിട്ട് പണിക്കരടുത്ത് പറയണ്ടേ, ഇതുപോലത്തെ അഭ്യാസങ്ങൾ കാണിച്ചിട്ട് പോലീസിന്റെ പേര് ചീത്തയാക്കരുത് പോ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുകയാണ് അവിടുന്ന്. അതിൽ കാണിക്കുന്നത് അലീനയെ തിരികെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് മുറ്റത്ത് കുറെ ചൂലും വടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ട് പണിക്കരാണെങ്കിൽ പറയുന്നുണ്ട് ബലാത്സംഗക്കാരന്റെ നാട്ടുകാരെ സമ്മാനിച്ചതായിരിക്കും എന്നുള്ള കാര്യം. തുടർന്ന് അലീനയാണെങ്കിൽ വീട്ടിലെത്തി കണ്ട ഉടനെ തന്നെ കൃഷ്ണമോൾക്ക് ഭയങ്കര ഹാപ്പി ആവുകയും കൃഷ്ണമോൾ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം പോലീസുകാര് ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ അലീന കൃഷ്ണമോളെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ നമ്മളെ വേദനിപ്പിക്കാനും ചിലതൊക്കെ അവർക്ക് കേട്ട് രസിക്കാനും വേണ്ടിയിട്ടാണെന്നൊക്കെ എന്നീ കാര്യങ്ങളൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളിൽ കാണിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്